ഹലോ ഗായ്സ്, ഈ ഒരു ഷോർട്ട് വീഡിയോക്ക് ഏകദേശം 134K വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ നോമ്പ് ഏകദേശം 14 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ലോങ് വീഡിയോ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയാവാൻ നേരത്തെ എണീച്ചു കേട്ടോ. അത്താഴത്തിന് വേണ്ടിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ. തലേ ദിവസം ഞാൻ വീട്ടിലായതുകൊണ്ട് ഉമ്മ എനിക്ക് ചോറും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കും ഈ ഒരു രീതിയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ നോർമലായിട്ട് തറയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. ആദ്യത്തെ നോമ്പനായതുകൊണ്ട് എന്തെങ്കിലും പൊരികളൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ സമയം കിട്ടിയില്ല. ഇതെന്റെ ലൈഫിൽ ഫസ്റ്റ് നോമ്പാണ് ഞാൻ കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുത്ത് ചെയ്യുന്നത്. അതായത് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമുള്ള ആദ്യ നോമ്പ്. എൻ്റെ വീട്ടിലാകുമ്പോൾ ഉമ്മ ഉണ്ടാവും എല്ലാ കാര്യത്തിലും സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾ സിറ്റൗട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ വിചാരിച്ചത്. ഞങ്ങളെ വാതിലൊക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ട്, നല്ല അടച്ചുറപ്പുള്ള വാതിലാണ് കേട്ടോ. അപ്പൊ താഴെ നിലത്തിരുന്ന് കഴിക്കാന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കാം കേട്ടോ, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. തറയിലിരുന്ന് കഴിക്കുന്നതിന്റെ അത്ര ടേസ്റ്റ് വേറെ എവിടെ ഇരുന്ന് കഴിച്ചാലും കിട്ടൂല കേട്ടോ. നിങ്ങളിങ്ങനെ തറയിലിരുന്ന് ഫുഡ് കഴിക്കലുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണേ. നിങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കാറ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു നോർമൽ ലൈഫ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ രണ്ടാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ആദ്യം തന്നെ ഞങ്ങൾ സാധനം വാങ്ങാനാണ് പോയത്. ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് വെക്കാറില്ല, കാരണം വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് കേട് വരുന്നതുകൊണ്ട് ഞങ്ങൾ അന്നന്നേക്കുള്ള അന്നത് വാങ്ങുകയാണ് ചെയ്യാറ് കേട്ടോ അധികവും. ഞങ്ങളപ്പോൾ മരിക്കുനിക്കാണ് കേട്ടോ സാധനം വാങ്ങാനൊക്കെ പോവല്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് സഹായിക്കാറുണ്ട് കുക്കിങ്ങിൽ. അപ്പോൾ പച്ചരി കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സ്പെഷ്യലായിട്ട് ഉള്ളിവടയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ ഉള്ളിവട ഉണ്ടാക്കിയിരുന്നപ്പോൾ മൂപ്പര് വെറുതെ ഇരുന്നില്ല കേട്ടോ. ജ്യൂസിലേക്കുള്ള കാര്യങ്ങൾ ഷമാമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി ജ്യൂസിലേക്കുള്ള കാര്യങ്ങൾക്കുള്ള സെറ്റ് ചെയ്യാൻ കേട്ടോ മൂപ്പര്. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഇതുപോലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഷമാമാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഇക്കത് കട്ട് ചെയ്ത് ശരിയാക്കാണേ. ഉള്ളിവട ഏകദേശം മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് മറിച്ചിട്ടൊക്കെ ശരിയാക്കാം. അപ്പോൾ അതിന് തന്നെ കുക്കറിൽ ബിരിയാണി ഏകദേശം സെറ്റായിട്ടുണ്ട്. പച്ചരി കൊണ്ടുള്ള ബിരിയാണിയാണ് കേട്ടോ, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി. അപ്പോൾ ഭയങ്കര ചെറിയൊരു അരിയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ റേഷൻ കട ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ കുറച്ച് അരി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തട്ടിക്കൂട്ടി ചില ദിവസം പുട്ട്, ചില ദിവസം ബിരിയാണി, പത്തിരിയൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ചെയ്യാറ്. അപ്പോൾ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.